നമസ്കാരം. ഒരുപാട് സങ്കടം വന്ന ഒരു വാർത്തയായിട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇന്ന് പാലക്കാട് ജില്ലയിൽ വെറും 15 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനിടയായി. ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, സ്വന്തം മാതാവുമായിട്ടുള്ള വസ്ത്രധാരണയെ പറ്റിയുള്ള ചെറിയൊരു സൗന്ദര്യപ്പിണക്കത്തിൻ്റെ പേരിൽ, ഒന്ന് ശകാരിച്ചതിൻ്റെ പേരിൽ വീട്ടിലെ മുറിയിൽ ആത്മഹത്യ ചെയ്ത 15 വയസ്സുള്ള ഒരു ബാലിക വിദ്യാർത്ഥിനി. വളരെ പ്രയാസം തോന്നി, വളരെ സങ്കടം തോന്നി. മാതാപിതാക്കളോടാണ്, നിങ്ങളും മുമ്പ് കുട്ടികളായിരുന്നു, നിങ്ങളുടെ മാതാപിതാക്കളും മുമ്പ് കുട്ടികളായിരുന്നു. നിങ്ങളോട് സ്വന്തം മക്കളെ പറ്റി കുറ്റം പറഞ്ഞു തരുന്ന, അല്ലെങ്കിൽ നിൻ്റെ മകൾ അങ്ങനെ വസ്ത്രം ധരിച്ചത് ശരിയായില്ല, നിൻ്റെ മോൻ്റെ മുടി വെട്ടിയത് ശരിയായില്ല, അങ്ങനെയൊക്കെ നമ്മുടെ മക്കളെപ്പറ്റി നമുക്ക് മോശമായ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആളുകളും എല്ലാവരും ഒരു കാലത്ത് കുട്ടികളായിരുന്നു. വെറും 15 വയസ്സുമുള്ളൊരു ബാലികയുടെ മനസ്സിൽ അത്ര ആഴത്തിൽ ആ ഒരു സംഭവം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ശകാരം മുറിവേൽപ്പിക്കണമെങ്കിൽ എന്തുമാത്രം ആ കുഞ്ഞു ബാലിക വിഷമിച്ചിട്ടുണ്ടാകണം. നമ്മുടെ മക്കളാണ്, നമ്മൾ വളർത്തി വലുതാക്കിയ മക്കളാണ്, നമ്മൾ നൊന്ത് പ്രസവിച്ച നമ്മുടെ സ്വന്തം മക്കളാണ്. അപ്പോൾ ഒരു വസ്ത്രധാരണയെ ചൊല്ലി, അതും അത്ര മോശമല്ലാത്തൊരു വസ്ത്രധാരണ തന്നെയായിരുന്നു ആ കുഞ്ഞ് ധരിച്ചത്. അതിനെ ചൊല്ലി ആ കുഞ്ഞിനെ ശകാരിച്ചപ്പോൾ നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതല്ല, പക്ഷെ അത്ര പ്രയാസമായി ആ കുഞ്ഞിനത് തോന്നിയെങ്കിൽ നിങ്ങൾ ഒന്ന് മാത്രം മനസ്സിൽ വിചാരിക്കുക, ഈ കുറ്റം പറയുന്ന സമൂഹമോ കുടുംബക്കാരോ നാട്ടുകാരോ ഒന്നും ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കില്ല. നമുക്ക് നമ്മുടെ കൂടപ്പിറപ്പുകളും, അതുപോലെ നമ്മൾ വളർത്തിയ മക്കളും, അതുപോലെ നമ്മുടെ അച്ഛനമ്മമാരും, നമ്മൾ ഉറ്റ സുഹൃത്തുക്കളും മാത്രമേ നമ്മളെ കൂടെ ഓരോ പ്രതിസന്ധിയിലും ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒരിക്കലും മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർ അങ്ങനെ പറയും, മറ്റുള്ളവർ ഇങ്ങനെ പറയും, അങ്ങനെ മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നും നമ്മൾ ചെയ്യരുത്. നമ്മുടെ കുഞ്ഞു മക്കളാണ്, അവരോട് ഒരു രീതിയിൽ പോലും അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന, തീർച്ചയായും തെറ്റ് കണ്ടാൽ ശിക്ഷിക്കണം, അല്ലെങ്കിൽ ശകാരിക്കണം, പക്ഷേ തെറ്റല്ലാത്തൊരു കാരണത്തിൽ മറ്റുള്ളവരുടെ ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടി സ്വന്തം മക്കളോട് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.